വയനാട്ടിലേക്കുള്ള പ്രധാന പാതകൾ ബ്രിട്ടീഷ് പട്ടാളം മുദ്രവെച്ചതോടെ കേരളവർമ്മ പഴശ്ശിരാജ തിരഞ്ഞെടുത്തത് കുറ്റ്യാടി മലനിരകളിലെ വനംപാതകളെയായിരുന്നു. വില്യം ലോഗൻ്റെ മലബാർ മാനുവലിലും ഇതു സംബന്ധിയായ പരാമർശങ്ങളുണ്ട്. പഷ്ണിക്കുന്ന്, പാലുകാച്ചിമല, ഉറിതൂക്കിമല എന്നീ സ്ഥലങ്ങളെല്ലാം പഴശ്ശി യാത്രയെ ഓർമ്മപ്പെടുത്തുന്നതും ആ കാലഘട്ടത്തിൻ്റെ തിരുശേഷിപ്പുകളുമാണ്. ദക്ഷിണേന്ത്യയിലെ അതിപ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രമായ കൊടൈക്കനാലിലെ സൂയിസൈഡ് പോയിന്റിന് തുല്യമോ അതിലും കേമമോ ആയി പ്രകൃതി ഒരുക്കിയ അതിമനോഹരമായ ഒരു കാഴ്ചാമുനമ്പാണ് ഉറിതൂക്കിമല. കാഴ്ചയുടെ കൗതുകങ്ങൾക്കും സാഹസികതയുടെ വെമ്പലുകൾക്കും തിരക്കുകളിൽ നിന്നകന്ന ഒരു വേള പ്രകൃതിയുടെ രമണീയതകൾക്ക് കീഴ്പ്പെടുന്നതിനും നിരവധി സാധ്യതകളുള്ള ഉറിതൂക്കിക്കുന്നിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത്. കൊടും വേനലിൽ മലമുകളിലെ മഞ്ഞും കാഴ്ചകളും തേടിയെത്തുന്നവർക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഉറിതൂക്കിമല സമ്മാനിക്കുന്നത്. ഉയരം കൂടിയ കുന്നുകളും കിഴ്ക്കാം തൂക്കായി നിൽക്കുന്ന പാറക്കൂട്ടങ്ങളും നീർച്ചാലുകളും കൊച്ചരുവികളും പുൽമേടുകളുമെല്ലാം വശ്യമനോഹരമായ കാഴ്ചകളാണ് സന്ദർശകർക്കായി ഒരുക്കുന്നത്. ഉറിതൂക്കി എന്ന പദം വീരപഴശ്ശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശത്രുവിൽ നിന്ന് അകന്നുമാറി ഒളിവിൽ കഴിയാനും പടയൊരുക്കം നടത്താനും പഴശ്ശിരാജാവ് ഈ മലയിൽ എത്തിയതായാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഉറിതൂക്കിമലയുടെയും കുറ്റ്യാടി കുന്നുകളുടെയും ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിനായി ഇവിടം കേന്ദ്രമാക്കി ധാരാളം പ്രൊജക്റ്റുകൾ സർക്കാരിൻ്റെ ആലോചനയിലാണ്. സഞ്ചാരികൾക്ക് ഇവിടെ എത്തുന്നതിനുള്ള വാഹന സൗകര്യം ഒരുക്കുന്നതിനായി വിവിധ ഏജൻസികളും മുന്നോട്ട് വന്നിട്ടുണ്ട്. തൊട്ടിൽപ്പാലം ടൗണിൽ നിന്നും കരിങ്ങാട് എത്തിയ ശേഷം ഏതാണ്ട് 3 കിലോമീറ്റർ മലമ്പാതകളിലൂടെ സഞ്ചരിച്ചാണ് ഉറിതൂക്കി മലയിലേക്ക് എത്തുന്നത്. മോട്ടോർ ബൈക്കുകളും ജീപ്പുകളിലുമൊക്കെയായി ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് മലമ്പാതകൾ താണ്ടിയുള്ള യാത്ര മറക്കാനാവാത്ത അനുഭവങ്ങളാവും സമ്മാനിക്കുക.